അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ഏതാനും വർഷങ്ങൾക്കിപ്പുറം വെള്ളക്കാളകൾ വലിക്കുന്ന വില്ലുവണ്ടിയെ തലപ്പാവണിഞ്ഞ ഒരാൾ ഉരുക്കുപോൽ ഉറച്ചു തെളിച്ചു. ജാതിശാസ്ത്രങ്ങളെ ചവിട്ടിഞ്ഞെരിച്ച് കാളിയുടെ കാളക്കുട്ടികൾ ചരിത്രത്തിലേക്ക് നടന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ അന്നുരുവം കൊണ്ട സമരപ്രകമ്പനം അന്നോളം രാജപാതകളിൽ നിന്ന് അടിയകം അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ തങ്ങൾ ആണ്ടുപോയ ദുരിതാന്തകാരത്തിൽ നിന്നുണർത്തി. അയ്യന്റെ ആ യാത്ര തിരുവിതാംകൂർ രാജാവ് എല്ലാവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിറക്കും വരെ തുടർന്നു. ഊരൂട്ടമ്പലത്തെ ഒരു വിദ്യാലയം ജാതിഭ്രാന്തന്മാർ ചുട്ടുകരിച്ചത് പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയെ അയ്യങ്കാളി അവിടെ പഠിപ്പിക്കാൻ കൊണ്ടിരുത്തി എന്ന കാരണത്താലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ലെന്ന അയ്യന്റെ സമരപ്രഖ്യാപനം കേരളം കണ്ട ആദ്യത്തെ പണിമുടക്കായി. 1.5 വർഷം തിരുവിതാംകൂറിലെ പാടങ്ങൾ തരിച്ചു കിടന്നു. ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നങ്ങളുമായി 1.5 വർഷം കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ലു കുരുത്തു. സമരത്തിനൊടുവിൽ അയ്യങ്കാളിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിലൂടെ വിദ്യാഭ്യാസ വിളംബരം സ്വാർത്ഥകമായി. വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാതിരുന്ന തന്റെ ജനതയ്ക്കായി സ്വന്തമായി പള്ളിക്കൂടം വരെ സ്ഥാപിച്ച് മറ്റൊരു വിപ്ലവത്തിന് അയ്യൻ തിരികൊളുത്തി. മനുഷ്യാന്തസ്സിനുമേൽ മാടമ്പിത്തമണിയിച്ച കല്ലുമാലകളും ഇരുമ്പുവളകളും പൊട്ടിച്ചെറിയാൻ അയ്യൻ ആഹ്വാനം ചെയ്തു. കൊല്ലം പീരങ്കി മൈതാനത്ത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സ്ത്രീ മുന്നേറ്റം സവർണ ആണധികാരത്തിന്റെ ഗിരിശൃംഗങ്ങളെ അടിച്ചു തകർത്തു. തിരുവനന്തപുരത്തെ പഴയ VJT ഹാളിൽ ചേർന്നിരുന്ന ശ്രീമൂലം പ്രജാസഭയിൽ നീണ്ട 2.5 പതിറ്റാണ്ട് കാലം അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അയ്യങ്കാളി ശബ്ദമുയർത്തി.